അങ്ങനെ നമ്മുടെ അയിനു മോൾക്ക് ഇന്നത്തേക്ക് 3 വയസ്സ് തികയായിട്ട് നവംബർ 28 അയിനൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൊരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ കുടുംബക്കാർ മാത്രം. അപ്പോൾ ഇവിടെ പായസമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊച്ചിന് തലകറക്കം വന്നു. പിന്നെ അവളെടുത്ത് കുറേ നേരം കളിപ്പിക്കാട്ടോ ചെയ്യുന്നത്. പിള്ളേരാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുറേ നാളെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെന്ന് ഉമ്മ വാങ്ങിച്ച ഇലൊക്കെ പൊടിക്കാട്ട ചെയ്യുന്നത്. ഞാൻ പൊടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് എൻ്റെന്ന് വാങ്ങിച്ച് പൊടിക്കുകയാണ്. പിന്നെ ഞാനിടാൻ വേണ്ടി പോയപ്പോൾ ഉമ്മ പറഞ്ഞു നീ ഇടണ്ട, നീ ഇട്ട അതിനെ കൂടി പോകുമെന്ന് പറഞ്ഞ് എൻ്റെന്ന് വാങ്ങിച്ച് ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നേ. ശർക്കര ഒഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞാൻ അപ്പോഴത്തേക്കും അയിനൂസിനെ വേഗം മേലൊക്കെ കഴിച്ച് അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അവളെ കൺമിഷിയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പായസമൊക്കെ കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ കേക്കൊക്കെ എൻ്റെ ആങ്ങളെയും വൈഫും കൂടി പോയി അല്ലേ ആങ്ങളെയും നാത്തൂനും കൂടി പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓടി ചെന്ന് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നാത്തൂൻ കേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കണ്ട കേട്ടോ. ഇവിടെ എനിക്കിന്നൊന്നും പരിപാടിയൊന്നുമില്ല, അവരൊക്കെ തന്നെ എല്ലാം ചെയ്തോളും. ഞാനിങ്ങനെ മാറി നിന്ന് കണ്ടാൽ മാത്രം മതി കേട്ടോ. പിന്നെ നാത്തൂൻ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കേക്കൊക്കെ പുറത്തെടുത്തപ്പോഴത്തേക്ക് അന്വേഷിച്ചത് ഭയങ്കര സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ വാപ്പയും ഉമ്മയും കൂടി ഇട്ടാ അയിനൂസിനെ കേക്ക് കട്ട് ചെയ്തത്. ഷിനിക്കാക്കാക്ക് രാത്രി ലേറ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വാപ്പയും ഉമ്മയും കൂടി വേഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഒരു 8 മണിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. മാമിയുടെ വക ഒരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ എൻ്റെ ആങ്ങളെയും വൈഫും കൂടി അവൾക്ക് കേക്ക് കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അവരും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഉമ്മയും ബാപ്പയും ഗിഫ്റ്റ് കൊടുത്തിട്ട് 2 പേർക്കും ഒരേപോലത്തെ ടെഡിയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവർ ഇരട്ടകളല്ലെങ്കിലും ഇരട്ടകളെ പോലെയാണ് കേട്ടോ ഇത്ര നാളും. അങ്ങനെ അവർക്ക് 2 പേർക്കും 2 പാവകളെയൊക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളുടെ വകയാണ് കേട്ടോ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതായത് അവളെ മാമയുടെ വക ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീട്. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.